സ്വാഭാവികമാണ്. മനുഷ്യത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ വരും. അതിനെ നമ്മൾ പ്രാർത്ഥനയിലൂടെ അതിജീവിച്ച് മുന്നേറണം. രക്ഷ നേടാൻ വേണ്ടി സഹനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാൻ പറ്റണം. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവനോടുകൂടെ മരിക്കണം. ജഡത്തിന്, ലോകത്തിന്, ആസക്തികൾക്ക്, ലോകമോഹങ്ങൾക്ക് നമ്മൾ യേശുവിനോടുകൂടി മരിക്കണം. അങ്ങനെങ്കിൽ അവനോടുകൂടെ നമ്മൾ ജീവിക്കും. അവനോടുകൂടി ജീവിക്കണമെങ്കിൽ അവനോടുകൂടെ നമ്മൾ മരിച്ചേ മതിയാവുള്ളൂ. ജഡത്തിനും ലോകത്തിനും ആസക്തികൾക്കും ലോകമോഹങ്ങൾക്കൊക്കെ നമ്മളെ തന്നെ ക്രിസ്തുവിൽ സമർപ്പിച്ച് മരിക്കേണ്ടിയിരിക്കുന്നു. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. ഏതു സഹനങ്ങളിലും പ്രതികൂലങ്ങളിലും ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിനെ ഒരിക്കലും കൈവിടത്തില്ല. ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കത്തില്ല. ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നമുക്ക് വിശ്വസിക്കാം. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെ നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മുടെ ദൈവം വാക്കുപാലിക്കുന്നവനാണ്. നമ്മുടെ ദൈവം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. മാറ്റമില്ലാത്തവനായ ദൈവം നമ്മുടെ ജീവിതത്തെ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. സഹനങ്ങൾക്കപ്പുറം ഒരു സന്തോഷം നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇരുട്ടായാൽ നാളെ ഒരു പ്രഭാതം ഉറപ്പാണ്. ഏതിരുട്ടിലും ഒരു വെളിച്ചം കടന്നു വരാൻ എല്ലാ സാധ്യതകളുണ്ട്. പ്രത്യാശയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതത്തില് മുന്നേറാനായിട്ട് കഴിയണം. നമുക്കിനി വീണ്ടും തിരിച്ച് ജോബിന്റെ ജീവിതത്തിലേക്ക് പോകാം. ജോബ് ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയി. ജോബിന്റെ പുസ്തകത്തില് അവസാനത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് ദൈവം ജോബിന് കൊടുത്തു. ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്നെ ദുഷിച്ച, വിമർശിച്ച സ്നേഹിതർക്ക് വേണ്ടിയൊക്കെ ജോബ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. മുമ്പിലത്തേനേക്കാൾ ജോബിന്റെ ജീവിതം ധന്യമായി. വീണ്ടും ജോബിന് മക്കള് 7 ആൺമക്കളും 3 പെൺമക്കളും ജനിച്ചു. 3 പെൺമക്കൾ ആ ദേശത്തെ ഏറ്റവും വലിയ സുന്ദരിമാരായിരുന്നു. ജബീമ, രണ്ടാമത്തോൾ കെസിയ, മൂന്നാമത്തോൾ കേരൻ ഹപ്പൂക്ക്. ജോബിന്റെ മക്കളെ പോലെ സുന്ദരി സുന്ദരന്മാർ ആ ദേശത്ത് ഇല്ലായിരുന്നു. അതിനുശേഷം ജോബ് 140 വർഷം ജീവിച്ചു. മക്കള്, കൊച്ചുമക്കള്, അവരുടെ മക്കള് 4 തലമുറകളെ കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട ജോബിന് ദൈവം എല്ലാം തിരിച്ചു കൊടുത്ത് സമൃദ്ധിയിലാണ് ജോബ് ജീവിത അന്ത്യത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവത്തിന് തിരിച്ചു തരാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, സമ്പത്താകാം, ആരോഗ്യമാകാം, ജീവിത സാഹചര്യങ്ങളാകാം, ജോലിയാകാം, എന്തോ ആവട്ടെ, നഷ്ടപ്പെട്ടത് കർത്താവിന് 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുടെ വചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ച പോലെ പരിഭ്രമിക്കരുത്. ജീവിതത്തില് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ പരിഭ്രമിക്കരുത്. ജോബിന്റെ ജീവിതം ആദ്യം അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ ജീവിതമായിരുന്നു. പിന്നെ സഹനത്തിലേക്ക് പോയി. വീണ്ടും ഇതാ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ജോബിന്റെ ജീവിതത്തിൽ ദൈവം ഉയർത്തി. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യും. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കും. നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ കർത്താവിന്റെ പീഡകളിൽ പങ്കാരാവുക. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ
നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ധൈര്യവും ബലവും ശക്തിയും പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം നൽകും. ഏത് തോൽപ്പിക്കപ്പെട്ട സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് നീ ഉയർത്തി നിൽക്കും. ഉയരങ്ങളിൽ നിന്ന് ഉയരിലേക്ക് കർത്താവ് നിന്നെ ഉയർത്താനായിട്ട് പോവുകയാണ്. എല്ലാ നഷ്ടങ്ങളും നികത്തപ്പെടും. അനുഗ്രഹം സമൃദ്ധമായിട്ട് നിന്നെ ചൊരിയപ്പെടും. അമൃത്തി കുലിക്ക് നിറച്ചടന്ന് അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും എല്ലാം നിനക്കായിട്ട് അവൻ തരാൻ പോവുകയാണ്. സഹനങ്ങൾക്കപ്പുറം അനുഗ്രഹം കർത്താവ് കരുതി വെച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കുന്നു. യേശുവേ, ധാരാളം വ്യക്തികള് വ്യത്യസ്തമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. രോഗങ്ങള്, കടബാധ്യതകള്, ജോലി നഷ്ടപ്പെട്ടു, വിവാഹം നടക്കുന്നില്ല, മക്കളില്ല, ബലഹീനതയുള്ള ജീവിത സാഹചര്യങ്ങള്, ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങള്, അങ്ങനെ സഹനത്തിന്റെ തീച്ചൂടയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവേ, അങ്ങ് താങ്ങായി തണലായിട്ട് കടന്നു വരണമേ. ഈശോയെ, വേദനയുടെ നീർച്ചുഴിലായിരിക്കുന്നവര്, തകർച്ച